സശ്രദ്ധം വീക്ഷിക്കുവാനും കേൾക്കുവാനും ഇവിടെ എത്തിയ അമ്മമാരെ, സഹോദരിമാരെ, സഖാക്കളെ, ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ, അതുപോലെ എന്റെ കരണക്കുറ്റിക്കൊക്കെ അടിക്കാൻ വേണ്ടി ചില ആളുകളുടെ പാത്തും പദവിയൊക്കെ നിൽക്കുന്നുണ്ട്. ആ പോട്ടന്മാർക്കും എന്റെ ഒരു ശുഭപ്പൻ അഭിവാദ്യങ്ങൾ. സത്യത്തിൽ ഞാൻ ഈ പരിപാടി മറ്റൊരു ഉദ്ദേശത്തിൽ വന്നതാണ്, ഒരു റിസർച്ചിന് വേണ്ടി വന്നതാണ്. അപ്പൊ ഞാനിവിടെ മുന്നേ വരാൻ വേണ്ടി ആഗ്രഹിച്ചത്. അപ്പോഴാണ് ഫൈസലൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു ഞാനിവിടെ വരുന്നുണ്ട്, അപ്പോ ഈ പരിപാടിയിലും പങ്കെടുക്കുക. ശരിക്കും റൂമിയാണ് ഇവിടെ. ഇപ്പൊ റൂമി പറയുന്ന ലീഗുകാർക്കെല്ലാം കേട്ടല്ലോ. അപ്പൊ ഏതായാലും റൂമിയുടെ പ്രസംഗം കഴിഞ്ഞ് ഇത് അവസാനിപ്പിക്കാമെന്നായിരുന്നു തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ വന്നുകൊണ്ട് പറഞ്ഞു ഏതായാലും സഖാവ് വന്നതല്ലേ, കുറച്ച് സമയം പ്രസംഗിക്കണം എന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പരിപാടിയിൽ വന്നത്. സത്യത്തിൽ എന്റെ ഉദ്ദേശം, ഇന്ത്യയിൽ ഒരുപാട് കർഷക ആത്മഹത്യകൾ നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പൊ ഇവിടെ എവിടെയോ ലോകത്തിൽ ഏറ്റവും അധികം മഞ്ഞളും ഇഞ്ചിയും കയറ്റുമതി ചെയ്യുന്ന സ്ഥലം. അത് നമ്മള് ശോഭാ സുരേന്ദ്രന്റെ വീട്ടിലാണ് പറഞ്ഞത്. അപ്പൊ ആ സ്ഥലം ഒന്ന് കാണണം, ആ ഇഞ്ചിയും മഞ്ഞളും എല്ലാം ഒന്ന് ഫോട്ടോ എടുക്കണം. അപ്പൊ വരുമ്പോ അമ്മ പറഞ്ഞു, മോനെ 1 കിലോ ഇഞ്ചി 1 കിലോ മഞ്ഞളും വാങ്ങിച്ചു. അപ്പൊ ഞാനത് ഫൈസൽക്കോട് പറഞ്ഞു ഞാൻ ആ സാധനം ഒന്ന് കിട്ടണം, അത് കിട്ടിയിട്ട് ഞാനൊന്ന് പോയിക്കൊള്ളാം എന്നാണ് പറഞ്ഞത്. അതിപ്പോ ഏതെങ്കിലും സ്വയം സേവകർ എത്തിച്ചു തന്നാലും ഞാൻ വാങ്ങിക്കും, പൈസ എത്രയാണെന്ന് ഞാൻ തരും, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ശോഭാ സുരേന്ദ്രൻ ഈ അടുത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ BJP-ക്കാർക്കെല്ലാം പൊതുവേ ഒരു കേരളത്തിലൊരു പ്രശ്നമുണ്ട്. അതായത് എല്ലാത്തിനും ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. കുറച്ചു കാലമായിട്ട് BJP-ക്കാരെയൊന്നും ചാനൽ ചർച്ചയിൽ കാണാറേയില്ല. ഓരോരോരും സംസാരിക്കുന്ന നമ്മുടെ ഉള്ളി സ്വരു ഉണ്ടല്ലോ, സ്വരുവിനെ കാണാറേയില്ല. പിന്നെ ഒരു ഗോപാലകൃഷ്ണനുണ്ട്, പുള്ളിക്കാരനെ കാണാനേ ഇല്ല. ചാനലുകാർ പറയുന്നു വിളിച്ചിരുന്നു, ഫോൺ എടുക്കുന്നില്ല, സ്വിച്ച് ഓഫാ. 5 കോടി വീതം വെക്കുന്നതിന്റെ ചെറിയ പ്രശ്നം, ആ ചെറിയ വിഷയത്തിൽ പിടിച്ചു. ഇത് നേരെ പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് ന്യൂസ് കൊടുത്തു. അപ്പോഴാണ് മനസ്സിലാകുന്നത് തന്റെ മുന്നിൽ തന്നെ നയിക്കപ്പെടുന്ന ഈ കുങ്കുമ ഹരിത പതാകയുമായി, ആ താമരയുമായി നമ്മുടെ മുന്നിൽ നയിക്കുന്നവർ പെരും കള്ളന്മാരാണ് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ഇന്നും നിലനിൽക്കുന്ന അടികളാണ്. അപ്പൊ അവര് മനസ്സിലാക്കി ഇവരെല്ലാം കള്ളന്മാരാണ്. MD രമേശ് കട്ടു 5 കോടി എവിടെയാണ് വെച്ചത്? ജീവിതത്തിൽ ഒരിക്കൽ പോലും. ഫൈസലൊക്കെ വക്കീലാണ്, അറിയാലോ, പുള്ളിക്ക് അറിയാലോ. ഫൈസലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പുള്ളി വക്കീലാണ്. എത്ര പൈസ സമ്പാദിക്കാൻ പറ്റുമെന്ന് നമുക്കും അറിയാം, ഫൈസൽക്കൊക്കെ അറിയാം. ജീവിതത്തിൽ ഇതുവരെ കോടതിയുടെ എന്താന്ന് പോലും കണ്ടിട്ടില്ലാതെ VV രാജേഷ് 5 കോടിയുടെ വീടാണ് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയുടെ ആണ് വെച്ച്. അപ്പോ അണികൾ ചോദിക്കും, ഇത് ഏത് ലോട്ടറിയാണ്? ഇത് ലോട്ടറിയല്ല, BJP തന്നെ ഒരു ലോട്ടറിയാ. ഇവിടെ ഇവിടെ കോഴിക്കോട് ദേശീയ സമ്മേളനം നടന്നു. നമ്മുടെ ഒരു മാഷുണ്ട്, എനിക്കറിയുന്നൊരു അധ്യാപകൻ, നല്ല അധ്യാപകനാണ്. പുള്ളിക്കാരെ കണക്ക് വരച്ച് വെച്ച് നോക്കുമ്പോ എല്ലാ റെസീറ്റിന്റെ മുകളിൽ അതേ നമ്പറിൽ വേറെ റെസീറ്റ്. ഇവർക്ക് മാത്രം അടിച്ചടിക്കുന്ന ഏതോ ഒരു പ്രസ് ഉണ്ട്. അതങ്ങനെയാ. അതായത് 1 മുതൽ 25 വരെ നമ്പറുള്ള ഒരു റെസീറ്റ് അല്ല, 4-5 റെസീറ്റ് അടിക്കും. ഇതാണ് നമ്മളെ വാസുമാഷ്ക്ക് ഒരു അനുഭവം ഉണ്ടായല്ലോ. ഗൾഫിൽ പോയി വാസുമാഷ് സ്കൂളിന് വേണ്ടിയിട്ട് ഗംഭീര പിരിവ് നടത്തി. ശിഷ്യൻ ആയ ഒരു ആളെ വിട്ടു, ശിഷ്യനാന്ന് പറഞ്ഞു. പുള്ളിക്കാരനെ വിട്ട് കണക്കും കാര്യങ്ങളൊക്കെ റെസീറ്റ്